ഇയാളെ ജനങ്ങൾ ഞങ്ങനെ ഊക്കാതെ പോകും. എല്ലാവരും ഇയാൾ പീഞ്ഞ് എയറിൽ കയറ്റിയാണ്. ഇയാള് റിച്ചിന് വേണ്ടിയിട്ട് പലതും പറയും. ഒരു 2-3 ദിവസം മുന്നേ എനിക്ക് ക്യാൻസറാണ്, ഇനി കുറച്ച് കാലം ജീവിക്കുള്ളൂ, പിന്നെ പറയും ഇനി എനിക്ക് ജീവിക്കാൻ വല്ല താല്പര്യമൊന്നുമില്ല. റീച്ചിനും വേണ്ടിയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയാം. ഒരാൾക്ക് എനിക്ക് ക്യാൻസറാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം വലിയ എന്താണ് അറിയാഞ്ഞിട്ട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ആറാട്ടണ്ണൻ്റെ കളി കാണുമ്പോൾ ഒരു പാവം, ഒരു പച്ചയായ മനുഷ്യൻ, കുറച്ച് കമ്മി ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കല്. പക്ഷേ ഇത് റീച്ചിന് വേണ്ടി എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ 4 ആൾക്കാരുടെ ഇടയിൽ ഇതിൻ്റെ ഒരു ഏത് ആയും അന്ന് തന്നെ ആറാട്ടണ്ണന് ഒരു സങ്കട വാർത്തകളായിട്ട് എത്ര ആൾക്കാർ റീൽസ് ചെയ്തിനി. പിറ്റേ നേരം പോലത്തെ പറയാം, ഞാൻ വെറുതെ പറഞ്ഞതാണ്, റീച്ചിന് വേണ്ടി പറഞ്ഞതാണ്. എന്താണ് അണ്ണൻ്റെ ആളുകൾ നല്ല ലെവലിൽ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരെയും കൂടി വെറുപ്പിക്കണ ഒരു കോലത്തിലേക്കല്ലേ നിങ്ങളെ വാക്കുകൾ വരുന്നത്. ഒരിക്കലും ഇത്തരത്തിലുള്ള സംഗതികളൊന്നും പറയരുത്. റീച്ചിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഒരു ക്യാൻസർ എന്ന രോഗമൊക്കെ വന്നാൽ എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ് അല്ലേ. ആ ഒരു ആള് അവിടെ തന്നെ തളർന്നു പോവുകയാണ്. ഇത് എന്ത് അണ്ണൻ തന്നെ അറിയില്ലേ എന്താ സംഭവം എന്നല്ലേ. ക്യാൻസർ എന്താണെന്ന് അണ്ണൻ അറിയില്ല തോന്നണേ.